ഹലോ വെൽക്കം ബാക്ക്. ഞാൻ അൽ ഹസൻ. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ചിസല്, ആംഗിൾ ഓഫ് ചിസല്, ഷാർപ്പനിങ് ഓഫ് ചിസൽ തുടങ്ങിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്കുകളാണ്. അപ്പം ആദ്യമായിട്ട് കോൾഡ് ചിസൽ എന്നുള്ളതാണ് നമ്മളുടെ സബ് ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയായിട്ട് വരുന്നത് ഈ കോൾഡ് ചിസലിൻ്റെ യൂസസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ കോൾഡ് ചിസലിൽ വരുന്ന പാർട്സുകൾ ഏതൊക്കെയാണ്, അവയുടെ പേരെന്തൊക്കെയാണ്, ഇനി വ്യത്യസ്തമായിട്ടുള്ള ചിസൽസ് ഉണ്ട്, അവ ഏതൊക്കെയാണ്, അവയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ചിസലിനെ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് വിഷയങ്ങളെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ആദ്യമായിട്ട് കുറച്ച് ഫിഗറുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഇവിടെ ഒരു ബെഞ്ച് വൈസിനകത്ത് ഒരു മെറ്റീരിയലിനെ ഹോൾഡ് ചെയ്തു, ദെൻ ചിസൽ വെച്ചിട്ട് ഹാമർ ഉപയോഗിച്ചുകൊണ്ട് അതിനെ എന്ത് ചെയ്യുന്നു, സ്ട്രൈക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയും അത്തരത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് എക്സസ് ആയിട്ടുള്ള മെറ്റൽ ഈ ചിസൽ ഉപയോഗിച്ചുകൊണ്ട് ഹാമർ വെച്ച് സ്ട്രൈക്ക് ചെയ്ത് റിമൂവ് ചെയ്യുന്നതായി കാണുന്നുണ്ട്. ഇവിടെയും അത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, മെറ്റൽ പാർട്ടിങ് ആയിട്ട് കാണുന്നുണ്ട് അല്ലേ. അപ്പൊ എന്താണ് ചിസല്? ദ കോൾഡ് ചിസൽ ഈസ് എ ഹാൻഡ് കട്ടിംഗ് ടൂൾ യൂസ്ഡ് ബൈ ഫിറ്റേഴ്സ് ഫോർ ചിപ്പിംഗ് ആൻഡ് കട്ടിംഗ് ഓഫ് ഓപ്പറേഷൻ. ചിപ്പിംഗ്, കട്ടിംഗ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടൊക്കെ ഫിറ്റർമാരും അതുപോലെ തന്നെ പല ട്രേഡുകാരും അല്ലെങ്കിൽ പല ജോലിക്കാരും എന്ത് ചെയ്യുന്നു, ഷോപ്പിൽ യൂസ് ചെയ്യുന്ന ഒരു ഹാൻഡ് കട്ടിംഗ് ടൂളിനെയാണ് എന്ത് എന്ന് പറയുന്നത്, കോൾഡ് ചിസൽ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതിനെ കുറച്ചുകൂടി വിശദീകരിക്കണം. കാരണം നമ്മളിവിടെ പറഞ്ഞു ചിപ്പിംഗ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ എന്താണ് ചിപ്പിംഗ് എന്നറിയണ്ടേ? ചിപ്പിംഗ് ആണ് നിങ്ങൾ ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ള ഈ ഫിഗറിൽ കാണിക്കുന്ന പ്രോസസ്സാണ് ചിപ്പിംഗ്. ചിപ്പിംഗ് ഈസ് ആൻ ഓപ്പറേഷൻ ഓഫ് റിമൂവിങ് എക്സസ് മെറ്റൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ചിസൽ ആൻഡ് ഹാമർ. ഒരു ചിസലും അതുപോലെ തന്നെ ഒരു ഹാമറിന്റെയും ഒക്കെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുന്നു, ഒരു മെറ്റലിൽ നിന്നും എക്സസ് ആയിട്ടുള്ള മെറ്റലിനെ റിമൂവ് ചെയ്യുന്നു, അധികമായിട്ടുള്ള മെറ്റീരിയലിനെ ഒഴിവാക്കി കളയുന്ന ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ചിപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി ചിപ്പ്ഡ് സർഫസസ് ബീങ് റഫ് ദേ ഷുഡ് ബി ഫിനിഷ്ഡ് ബൈ ഫൈലിംഗ്. നമ്മൾ ചിപ്പ് ചെയ്ത് കഴിയുമ്പോൾ, എക്സസ് ആയിട്ടുള്ള മെറ്റൽസിനെ റിമൂവ് ചെയ്ത് കളയുമ്പോൾ ആ സർഫസ് റഫ് ആയിരിക്കും, ഒരു പരുക്കനായിട്ടുള്ള സർഫസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് ഫയലിംഗ് ചെയ്ത് നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലിയർ ആക്കും, ഫിനിഷ് ആക്കും. അപ്പോൾ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് നമുക്കറിയാം വ്യത്യസ്ത ഗ്രേഡിലുള്ള ഫയലുകൾ അല്ലേ. ഏത് ഫയൽ ഉപയോഗിക്കാം ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട്? സ്മൂത്ത് ഫയൽ ഉപയോഗിക്കാം അല്ലേ, ഡെഡ് സ്മൂത്ത് ഫയൽ ഉപയോഗിക്കാം അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വഴിയെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാ ടോപ്പിക്കുകളും ഡിസ്കസ് ചെയ്തുകൊണ്ടേ നമ്മൾ എന്ത് ചെയ്തതുള്ളൂ, ഈ ഒരു സീരീസ് അവസാനിപ്പിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഫിറ്റർ, ടർണർ, മെഷീനിസ്റ്റ് ട്രേഡുകാർക്കും ഇതുപോലെ തന്നെ ഈ ബേസിക് ഫിറ്റിംഗ് ആയിട്ടുള്ളത് എല്ലാ ട്രേഡുകാർക്കും എന്താണ്, വളരെയധികം യൂസ്ഫുൾ ആണ്. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്ത് വരുന്നത്. അപ്പോൾ പാർട്ട് ഓഫ് ചിസൽ നോക്കിയാലോ. ചിസലിന് വ്യത്യസ്തമായിട്ടുള്ള പാർട്സുകൾ ഉണ്ടല്ലേ. ഏതൊക്കെയാണ്? ഇത് ഇവിടെയാണ് ഹെഡ്. ഇവിടെയല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹാമർ ഉപയോഗിച്ച് സ്ട്രൈക്ക് ചെയ്യുന്നത്. അതെ. അപ്പം ഇവിടെ എന്താണ്, ഇതിനെയാണ് ബോഡി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ എന്താണ് പറയുന്നത്, ഇതിനെയാണ് പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കട്ടിംഗ് എഡ്ജ് എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രധാനമായിട്ടും 3 പാർട്സുകളെ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം ഹെഡ്, ബോഡി, പോയിന്റ് അല്ലെങ്കിൽ കട്ടിംഗ് എഡ്ജ് എന്നിവയാണ് ചിസലിന്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നോക്കിയേ. ചിസൽ ആർ മെയ്ഡ് ഫ്രം ഹൈ കാർബൺ സ്റ്റീൽ ഓർ ക്രോം വെനേഡിയം സ്റ്റീല്. എന്താണ് ഓറാണ് ഇട്ടിട്ടുള്ളത് അല്ലെ. അതായത് ചോദിക്കുമ്പോൾ ചിസൽ എന്തുകൊണ്ട് നിർമ്മിച്ചു എന്ന് ചോദിച്ചാൽ ഓപ്ഷനിൽ ഒന്നുകിൽ ഹൈ കാർബൺ സ്റ്റീലോ അല്ലെങ്കിൽ ക്രോം വെനേഡിയം സ്റ്റീലോ ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഹൈ കാർബൺ സ്റ്റീൽ ആണെന്നുണ്ടെങ്കിൽ ഹൈ കാർബൺ സ്റ്റീൽ എന്ന് കൊടുത്തേക്കുക, ക്രോം വെനേഡിയം സ്റ്റീൽ ആണെന്നുണ്ടെങ്കിൽ ക്രോം വെനേഡിയം സ്റ്റീൽ എന്ന് കൊടുക്കുക. അപ്പോൾ ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതിൽ രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. പ്രധാനമായിട്ടും ക്രോം വെനേഡിയം സ്റ്റീൽ ആണ് ഓപ്ഷൻസിൽ വന്ന് കണ്ടിട്ടുള്ളത്, എന്നാലും ഹൈ കാർബൺ സ്റ്റീൽ ചോദിച്ചുകൂടായ്മയില്ല. ദ ക്രോസ് സെക്ഷൻ ഓഫ് ചിസൽ യൂഷ്വലി ഹെക്സഗണൽ ഓർ ഒക്ടഗണൽ. കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള പല ചോദ്യങ്ങളിലും ഇത് കാണുന്നുണ്ട്. ക്രോസ് സെക്ഷൻ ഓഫ് ചിസൽ. ക്രോസ് സെക്ഷൻ എന്താണ്?
അതിന്റെ ഷേപ്പാണ്. അപ്പൊ ഇതേപോലെ ഈ ചിസലിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ചിസൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ അത് ഹെക്സഗണൽ ആകാം, അല്ലെങ്കിൽ ഒക്ടഗണൽ 8 വശങ്ങളോട് കൂടിയതാകാം. ഓക്കെ. അപ്പൊ സാധാരണയായിട്ട് ഒരു ചിസലിന്റെ ഹെക്സഗണലോ ആറോ അല്ലെങ്കിൽ ഒക്ടഗണലോ ഒന്നുണ്ടാകും. പക്ഷേ എക്സാമിന് ഹെക്സഗണലും ഒക്ടഗണലും വരികയാണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും ഒക്ടഗണൽ സെലക്ട് ചെയ്തോളുക. കൂടുതൽ അത് തന്നെയാണ് വരുന്നുണ്ടാവുക. പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകൾക്ക് ആൻസർ കീയിൽ ഒക്ടഗണലാണ്. PSCയിൽ ഹെക്സഗണൽ, ഒക്ടഗണൽ 2 ഓപ്ഷൻസ് വന്നാൽ ക്വസ്റ്റിന് ക്യാൻസൽ ആകാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. ഓക്കെ. ദ കട്ടിംഗ് എഡ്ജ് ഈസ് ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ്. കട്ടിംഗ് എഡ്ജ് എന്ത് ചെയ്യും? ഹാർഡനിങ്, ടെമ്പറിങ് പ്രോസസ്സിന് വിധേയമാക്കുന്നുണ്ടാകും. ഇനി കോമൺ ടൈപ്പ് ഓഫ് ചിസലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും 5 ടൈപ്പിലുള്ള ചിസൽസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഫ്ലാറ്റ് ചിസൽ, സെക്കൻഡ് വൺ ക്രോസ് കട്ട് ചിസൽ, തേർഡ് വൺ ഹാഫ് റൗണ്ട് നോസ് ചിസൽ, ഫോർത്ത് വൺ വെബ് ചിസൽ, ഡയമണ്ട് പോയിന്റ് ചിസൽ. ഓക്കെ. ഫോർത്ത് വൺ ഡയമണ്ട് പോയിന്റ് ചിസൽ, അതുപോലെ തന്നെ ഫിഫ്ത്ത് വൺ വെബ് ചിസൽ. ഇങ്ങനെ 5 പ്രധാനപ്പെട്ട ടൈപ്പിലുള്ള ചിസൽസ് പ്രധാനമായും വ്യത്യസ്ത ഉപയോഗത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അപ്പൊ അതെന്തൊക്കെയാണ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ് അവയുടെ ഉപയോഗം എന്ന് നോക്കാം. ആദ്യമായിട്ട് ഫ്ലാറ്റ് ചിസലാണ്. എന്താണ് ഫ്ലാറ്റ് ചിസൽ? ലാർജ് ആയിട്ടുള്ള ഒരു വർക്ക് ബേസിസ് ആണെന്ന് വിചാരിക്കുക. ഒരു വലിയ വർക്ക് ബേസിസ് ആണെന്ന് വിചാരിക്കുക. ഒരു വലിയ ഫ്ലാറ്റ് സർഫസസ് ആയിട്ട് സങ്കല്പിക്കുക. ഇതൊരു വലിയ ഫ്ലാറ്റ് സർഫസ് ആയിട്ട് സങ്കല്പിക്കുക. സോ ഇവിടെ നിന്നും എക്സസ് ആയിട്ടുള്ള മെറ്റൽസിനെ നമുക്ക് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഈ ഒരു ചിസൽ ഉപയോഗിക്കുന്നു. ഓക്കെ. ദേ ആർ യൂസ്ഡ് ടു റിമൂവ് മെറ്റൽ ഫ്രം ലാർജ് ഫ്ലാറ്റ് സർഫസസ്. അപ്പൊ ലാർജ് ആയിട്ടുള്ള ഫ്ലാറ്റ് സർഫസിൽ നിന്നും മെറ്റലിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും, ആൻഡ് ചിപ്പ് ഓഫ് എക്സസ് മെറ്റൽ ഓഫ് വെൽഡഡ് ജോയിന്റ് ആൻഡ് കാസ്റ്റ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും വെൽഡഡ് ജോയിന്റുകൾ ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ കാസ്റ്റിങ്ങുകൾ എന്നൊക്കെ മെറ്റലിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വെൽഡഡ് ജോയിന്റുകളിൽ നിന്നും കാസ്റ്റിങ്ങുകളിൽ നിന്നുമൊക്കെ എക്സസ് ആയിട്ടുള്ള അധികമായിട്ടുള്ള മെറ്റലിനെ ചിപ്പ് ഓഫ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്, എന്താണ് ചിപ്പിംഗ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നില്ലേ? അപ്പൊ ചിപ്പ് ഓഫ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഫ്ലാറ്റ് ചിസൽ യൂസ് ചെയ്യും. ചോദിക്കുന്ന ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ വെൽഡഡ് ജോയിന്റിൽ നിന്നും കാസ്റ്റിങ്ങിൽ നിന്നും മെറ്റൽസിനെ റിമൂവ് ചെയ്യുന്നത് ഏത് ചിസലാണെന്നൊക്കെ ഉള്ളത്. ഇനി ക്രോസ് കട്ട് ഓർ കേപ്പ് ചിസൽ. ഇവിടെ 2 രീതിയിൽ ചോദിക്കാം. ഒന്ന് ക്രോസ് കട്ട് ചിസലിന്റെ മറ്റൊരു പേര്, അല്ലെങ്കിൽ കേപ്പ് ചിസലിന്റെ മറ്റൊരു പേര് ക്രോസ് കട്ട് ചിസൽ എന്നുള്ളതാണ്. These are used for cutting keyways, grooves and slots. ഒരു ബുദ്ധിമുട്ടും വേണ്ട. ക്രോസ് കട്ട് ചിസൽ എന്നും ഇതാണ് കേട്ടോ ഫ്ലാറ്റ് ചിസൽ. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് തന്നെ നമുക്ക് അതിൽ അങ്ങനെ തന്നെ ഓർത്ത് വെക്കാൻ പറ്റും. ഇവിടെ വന്നിട്ട് ക്രോസ് കട്ട് ചിസൽ അല്ലെങ്കിൽ കേപ്പ് ചിസൽ എന്ന് പറയുന്നു. നോക്കേ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലേ. അപ്പൊ ഇവിടെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു ചിസലാണ്. അപ്പോൾ ലാർജ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് സർഫസിൽ നിന്ന് മെറ്റൽസിനെ റിമൂവ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ടല്ലേ. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ? അതേസമയം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു ചാലിൽ നിന്ന് മെറ്റലിനെ റിമൂവ് ചെയ്യുകയാണ്. ഒരു ഗ്രൂവിൽ നിന്ന് മെറ്റലിനെ റിമൂവ് ചെയ്യുകയാണല്ലേ. അതേതാണ്? ക്രോസ് കട്ട് ചിസൽ. അപ്പൊ ക്രോസ് കട്ട് ചിസൽ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് കീ വേസ്, ഗ്രൂവ്സ്, സ്ലോട്ട്സ് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ മെറ്റൽസിനെ റിമൂവ് ചെയ്യാനാണ് ക്രോസ് കട്ട് ചിസൽ അല്ലെങ്കിൽ കേപ്പ് ചിസൽ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹാഫ് റൗണ്ട് നോസ് ചിസൽ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? കൺഫ്യൂഷൻ വേണ്ട. ഈ ഫിഗർ ഒന്ന് നോക്കിക്കോ. എന്താണ്? കർവ്ഡ് അല്ലേ? അപ്പൊ അത് തന്നെ ഓർത്ത് വെച്ചോ. കർവ്ഡ് ഗ്രൂസിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ഓയിൽ ഗ്രൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഓയിൽ ഗ്രൂസ് കട്ട് ചെയ്യാൻ വേണ്ടി അത് യൂസ് ചെയ്യും. ഹാഫ് റൗണ്ട് നോസ് ചിസൽ. കൺഫ്യൂസ്ഡ് ആവരുത്. ഹാഫ് റൗണ്ട് നോസ് ചിസലും അതുപോലെ തന്നെ ഹാഫ് റൗണ്ട് ചിസലും തമ്മിൽ കൺഫ്യൂസ്ഡ് ആവരുത്. ക്രോസ് കട്ട് ഹാഫ് റൗണ്ട് നോസ് ചിസലും ക്രോസ് കട്ട് ചിസലും തമ്മിൽ എന്താവരുത്? കൺഫ്യൂഷൻ വരാനായിട്ട് പാടില്ല. കാരണം ക്രോസ് കട്ട് ചിസൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ക്രോസ് കട്ട് ചിസൽ അല്ലെങ്കിൽ കേപ്പ് ചിസൽ യൂസ് ചെയ്യുന്നത് കട്ടിംഗ് കീവേസ്, ഗ്രൂസ്, സ്ലോട്ട്സ് എന്നിവയാണ്. ഹാഫ് റൗണ്ട് നോസ് ചിസൽ ആകുമ്പോൾ കട്ടിംഗ് കർവ്ഡ് ഗ്രൂസ് ആണ് കേട്ടോ. കർവ്ഡ് ഗ്രൂസ് അല്ലെങ്കിൽ ഓയിൽ ഗ്രൂസ് ആണ്. അങ്ങനെ തന്നെ ഓർത്ത് വെക്കാം. പിന്നെ ഹാഫ് റൗണ്ട് നോസ് ചിസലിന്റെ ഒരു സൂംഡ് ഫിഗറും കൂടെ നമുക്ക് കാണാം. ഇനി അടുത്തതാണ് ഡയമണ്ട് പോയിന്റ് ചിസൽ എന്ന് പറയുന്നത്. ഡയമണ്ട് പോയിന്റ് ചിസൽ ആകുമ്പോഴത്തേക്കിനും ഒരു ഡയമണ്ട് രീതിയിൽ തന്നെ അതിന്റെ ഇതുണ്ടാവും. ഓക്കെ.
സോ ദേ ആർ യൂസ്ഡ് ഫോർ സ്ക്വയറിംഗ് മെറ്റീരിയൽസ് അറ്റ് ദ കോർണേഴ്സ് ജോയിൻസ്. ഇവിടെ നോക്കിയേ, കോർണറിൽ നിന്നും ജോയിൻസിൽ നിന്നും ഒക്കെ സ്ക്വയറിംഗ് മെറ്റീരിയലിനെ സ്ക്വയറിംഗ് ചെയ്യുന്നു ഏത്, ഡയമണ്ട് പോയിന്റ് ചിസൽ ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ വെബ് ചിസൽ ആണ്. വെബ് ചിസലിനെ ഞാൻ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ദേ നിങ്ങൾ ഐറ്റികളിൽ പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. ഇതൊരു മെറ്റീരിയൽ ആണ്. എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ഇത്രയും ഭാഗത്തെ നമുക്ക് റിമൂവ് ചെയ്ത് കളയണം. അതിനു വേണ്ടിയിട്ട് അടുപ്പിച്ച് ഡ്രില്ലിംഗ് ചെയ്യുന്നു. അതിനെയാണ് ചെയിൻ ഡ്രില്ലിംഗ് എന്ന് പറയുന്നത്. ഡ്രില്ലിംഗ് ചെയ്തതിന് ശേഷം അതിന്റെ സെൻട്രൽ ഭാഗത്തേക്ക് ഈ വെബ് ചിസലിനെ വെക്കുന്നു. വെബ് ചിസലിനെ വെച്ചിട്ട് എന്താണ് ചെയ്യുന്നത്, മുകളിൽ ഹാമർ വെച്ചിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യും, ഇങ്ങനെ ചെയിൻ ഡ്രില്ലിംഗ് ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് പിന്നെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു തട്ട് തട്ടിക്കഴിഞ്ഞാൽ ഇളകിപ്പോയിക്കോളും. അതിന് വേണ്ടിയിട്ട് അപ്പൊ വെബ് ചിസല് എന്തിനാ ഉപയോഗിക്കുന്നത്, ചെയിൻ ഡ്രില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലെ. വെബ് ചിസൽ അഥവാ പഞ്ചിങ് ചിസൽ, നേരത്തെ ക്രോസ് കട്ട് ചിസലിനെ കേപ്പ് ചിസൽ എന്ന് പറയുന്നത് പോലെ തന്നെ വെബ് ചിസലിന്റെ മറ്റൊരു പേരാണ് പഞ്ചിങ് ചിസൽ എന്ന് പറയുന്നത്. ദീസ് ചിസൽ ആർ യൂസ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് മെറ്റൽസ് ആഫ്റ്റർ ചെയിൻ ഡ്രില്ലിങ്. അപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ചെയിൻ ഡ്രില്ലിങ്ങിന് ശേഷം മെറ്റൽസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെബ് ചിസൽ യൂസ് ചെയ്യുന്നത്. ചിസൽസ് ആർ സ്പെസിഫൈഡ് അക്കോർഡിംഗ് ടു ദെയർ. അപ്പൊ ചിസലിനെ നമ്മൾ സ്പെസിഫൈ, ഒരു കടയിൽ പോയിട്ട് നമ്മൾ പറയാണ്, ഏയ് ഒരു ചിസൽ തായോ, ഇങ്ങനെ പറയുമോ നമ്മൾ? ഒരിക്കലും പറയില്ല. നമ്മൾ ഒരു ചിസൽ മേടിക്കുമ്പോൾ എനിക്ക് ഇത്ര ലെങ്തിലുള്ള ചിസൽ വേണം, അല്ലെങ്കിൽ എനിക്ക് ഇത്ര ലെങ്ത്, ഇത്ര കട്ടിങ് എഡ്ജുള്ള ഒരു ചിസൽ വേണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ക്രോസ് കട്ട് ചിസൽ ഒരു 150 മില്ലിമീറ്റർ ലെങ്തിൽ ഇത്ര ഒരു 5 മില്ലിമീറ്റർ വിഡ്ത്തിലുള്ളത്, അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ ഒക്ടഗണൽ ക്രോസ് സെക്ഷൻ, ഈ ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ പറയുന്നുണ്ടാവുക. അപ്പൊ എന്തൊക്കെ നോക്കും, ഒന്ന് ലെങ്ത് നോക്കും, അതിന്റെ നീളം നോക്കും, പിന്നെ കട്ടിങ് എഡ്ജിന്റെ വിഡ്ത്ത് വീതി നോക്കും, പിന്നെ അത് ഏത് ടൈപ്പാണ്, 5 ടൈപ്പ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ അതിൽ ഏതെങ്കിലും ടൈപ്പ് വേണോ, ക്രോസ് സെക്ഷൻ ഏതാണോ, ഒക്ടകളാണോ ഹെക്സഗണലാണോ, പ്രധാനമായിട്ടും ഒക്ടകളിലുമാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ നോക്കുന്നുണ്ടാവും. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ആംഗിൾ ഓഫ് ചിസൽ എന്ന് പറയുന്നത്. എന്താണ് ചിസലിന് ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ചിസലിന് വ്യത്യസ്തമായിട്ടുള്ള ആംഗിൾ ഉണ്ടായിരിക്കും ഒരു കട്ടിങ് ചെയ്യുന്ന സമയത്ത്. ഉദാഹരണം, നമ്മളിപ്പം കാസ്റ്റ് ചെയ്യേണ്ട മെറ്റീരിയൽ കട്ട് ചെയ്യുന്ന സമയത്ത് 60 ഡിഗ്രിയാണ് ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ, ഹൈ കാർബൺ സ്റ്റീൽ ആകുമ്പോൾ അത് 65 ഡിഗ്രി ആവുന്നുണ്ടാവും. അതൊക്കെ ഞാൻ അതിലേക്ക് വരികയാണ്. അപ്പോൾ നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് സെലക്ട് ദ പോയിന്റ് ആംഗിൾ ഓഫ് ചിസൽ ഇൻ ഡിഫറെന്റ് മെറ്റീരിയൽസ്. വ്യത്യസ്ത മെറ്റീരിയലുകൾക്ക് നമ്മൾ ചിസൽ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ സെലക്ട് ചെയ്യേണ്ട പോയിന്റ് ആംഗിൾസ് എന്തൊക്കെയാണ്. അതുപോലെ തന്നെ റേക്ക്, ക്ലിയറൻസ് എന്നിങ്ങനെ 2 ആംഗിൾസ് ഉണ്ട്. അത് ക്രമീകരിക്കുന്നത് വഴി ഉണ്ടാകുന്ന അവിടെ ഉണ്ടാകുന്ന എഫക്റ്റുകൾ എന്തൊക്കെയാണ്, പിന്നെ ചിസൽ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു കെയർ ആൻഡ് മെയിൻ്റെനൻസ് എന്തൊക്കെയാണ്, തുടങ്ങിയിട്ടുള്ള പോയിന്റുകളാണ്. ഓക്കെ, പോയിന്റ് ആംഗിൾസ് ആൻഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് വരുന്നത്, ദ കറക്റ്റ് പോയിന്റ് സോറി the correct point or cutting angle of the chisel depend on the material to be chipped. നമ്മൾ ഏത് മെറ്റീരിയലിനെയാണോ ചിപ്പ് ചെയ്യുന്നത്, ഓക്കെ, ഏത് മെറ്റീരിയൽ നിന്നാണോ അധികമായിട്ടുള്ള മെറ്റൽസിനെ റിമൂവ് ചെയ്യുന്നത്, ആ മെറ്റീരിയലിനെ അടിസ്ഥാനപ്പെടുത്തി, അതിന്റെ ഘടനയെ അടിസ്ഥാനപ്പെടുത്തി, അതിനെ മറ്റു കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കട്ടിംഗ് ആംഗിൾ തീരുമാനിക്കുന്നത്. ഉദാഹരണം, കാസ്റ്റ് ചെയ്യണം എത്രയാണ്, 60 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഹൈ കാർബൺ സ്റ്റീൽ 65 ഡിഗ്രിയാണ്, അലുമിനിയം 30 ഡിഗ്രിയാണ്, അതിലേക്ക് തന്നെ വരാം. അപ്പൊ ഷാർപ്പ് ആംഗിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് മെറ്റീരിയലുകൾക്കും, വൈഡ് ആംഗിൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിനുമാണ്. അത് ഓർത്തിരിക്കാൻ വലിയ പാടുണ്ടോ? ഷാർപ്പ് ആംഗിൾസ് ആണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് മെറ്റീരിയൽ ആണ്, വൈഡ് ആംഗിൾ ആണെന്നുണ്ടെങ്കിലോ ഹാർഡ് മെറ്റീരിയൽസിനാണ്. ഇനി ദ കറക്റ്റ് പോയിന്റ് ആംഗിൾ ആൻഡ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ജനറേറ്റ് ദ കറക്റ്റ് റേക്ക് ആൻഡ് ക്ലിയറൻസ് ആംഗിൾ. ഈ പോയിന്റ് ഞാൻ ഡിസ്കസ് ചെയ്യാം, കാരണം ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവത്തില്ല. നോക്കിക്കോ, ഇതാണല്ലോ ഒരു ചിസൽ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ മെറ്റീരിയൽ. ഇവിടെ നിന്ന് ഇങ്ങനെ ഈ പോയ മെറ്റീരിയലിനെ എന്ത് ചെയ്തു, ചിപ്പ് ഓഫ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പം ഈ ഒരു ടൂളിന്റെ ഈ നടുക്കൂടെ പോകുന്ന ഇത് കണ്ടോ, ഇതിനെ എന്താണെന്നാ പറയുന്നത്, ആക്സിസ് ഓഫ് ചിസൽ എന്ന് നമുക്ക് വിളിക്കാം. ആക്സിസ്, ആ നടുക്കുന്ന ഇങ്ങനെ പോകുന്ന സംഭവത്തെ. ഓക്കെ, ദെൻ ഈ നടുക്കുന്ന പോകുന്ന ഈ ആക്സിസ് അഥവാ ചിസലിന്റെ സെന്ററും ഈ വർക്ക് സർഫസ് കണ്ടോ, ഇത്രയും ഭാഗത്ത് ചേർത്താണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനും അതുപോലെ തന്നെ ഈ വർക്കിന്റെ ഡയറക്റ്റ് 90 ഡിഗ്രിയും അതുപോലെ തന്നെ ഈ പോയിന്റ്
ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ സോ ഇവിടെ ഒരു ആംഗിൾ ജനറേറ്റ് ആവുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇതിന്റെ നേരെ താഴേന്ന് ഇവിടെ ഒരു ആംഗിളും ജനറേറ്റ് ആവുന്നുണ്ടാവും. ഓക്കെ, സോ നമുക്ക് എന്തൊക്കെയാണ് നോക്കാം അത്. ഓക്കെ, ഫസ്റ്റ് വൺ റേക്ടാങ്കിൾ. റേക്ടാങ്കിൾ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടോപ്പ് ഫേസ് ഓഫ് ദ കട്ടിംഗ് പോയിന്റ് ആൻഡ് ദ നോർമൽ 90 ഡിഗ്രി ടു ദ വർക്ക് സർഫസ് ദ കട്ടിംഗ് എഡ്ജ്. സോ എന്താണ് റേക്ടാങ്കിൾ? റേക്ടാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മെറ്റീരിയൽ ആണ്. ഓക്കെ, ഇതൊരു മെറ്റീരിയൽ ആണ്. ഓക്കെ, ഇതിന്റെ എന്താണ് കട്ടിംഗ് എഡ്ജും ദെൻ വർക്ക് സർഫസിന്റെ കൃത്യം 90 ഡിഗ്രി. ഇതാണ് വർക്ക് സർഫസ്, ഇതിന്റെ 90 ഡിഗ്രി. ഓക്കെ, വർക്ക് സർഫസ് ഇവിടെ വരെ ഉള്ളെന്ന് വിചാരിച്ചോളൂ. വർക്ക് സർഫസ് ഇവിടെ വരെ ഉള്ളെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിന്റെ നേരെ ഡയറക്റ്റ് 90 ഡിഗ്രിയും ഈ കട്ടിംഗ് ആംഗിളും. സോ ഇത് ഇത്രയും ചേരുന്ന ഭാഗത്തെയാണ് എന്തെന്ന് പറയുന്നത്? റേക്ടാങ്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയറൻസ് ആംഗിൾ എന്താണ്? ക്ലിയറൻസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ വർക്ക് സർഫസും ഇതിന്റെ ഈ ഒരു ബോട്ടം ഭാഗം കണ്ട്, കട്ടിംഗ് എഡ്ജിന്റെ ബോട്ടം ഭാഗം, ഇത് തമ്മിൽ ചേരുന്ന ഈ ഒരു ഭാഗത്തെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ ക്ലിയറൻസ് ആംഗിൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഭാഗത്തെ നമ്മൾ പോയിന്റ് ആംഗിൾ എന്നാണ് പറയുന്നത്. ഈ ആക്സിസും ഈ സർഫസും ചേർന്ന ഈ ഒരു ഭാഗത്തെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനും അതുപോലെ തന്നെ ഈ ഒരു പോയിന്റ് ആംഗിളും കറക്റ്റ് ആക്കുന്നത് വഴിയാണ് റേക്ടാങ്കിളിനെയും ക്ലിയറൻസ് ആംഗിളിനെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ചിസറിനെ ഇത്രയും ചരിച്ചു കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റേക്ടാങ്കിൾ ഇൻക്രീസ് ആകും. അതേസമയം ഈ ചിസറിനെ ഒരുപാട് പൊക്കി ഇങ്ങോട്ട് വെച്ചാലോ ഇവിടുത്തെ ആംഗിൾ കൂടും. ഓക്കെ, ഇതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് നമുക്ക് നേരിട്ടൊരു ക്ലാസ് എടുക്കുമല്ലോ. ദെൻ ഒന്നുകൂടെ ഞാൻ പറയാം. റേക്ടാങ്കിൾ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടോപ്പ് ഫേസ് ഓഫ് ദ കട്ടിംഗ് പോയിന്റ്. ഓക്കെ, ടോപ്പ് ഫേസ് ഓഫ് ദ കട്ടിംഗ് പോയിന്റ് ആൻഡ് ദ നോർമൽ 90 ഡിഗ്രി ടു ദ സർഫസ് ഓഫ് ദ കട്ടിംഗ് എഡ്ജ്. നോർമൽ 90 ഡിഗ്രി വരെ ഇതാണ് വർക്ക് പീസ്, അതിന്റെ നോർമൽ 90 ഡിഗ്രി. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്? റേക്ടാങ്കിൾ എന്ന് പറയുന്നത്. എത്രയേ ഉള്ളൂ. ഓക്കെ, ദെൻ അടുത്തത് ക്ലിയറൻസ് ആംഗിൾ. ക്ലിയറൻസ് ആംഗിൾ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ബോട്ടം ഫേസ് ഓഫ് ദ പോയിന്റ്. ബോട്ടം ഫേസ് ഓഫ് ദ പോയിന്റ്. ഓക്കെ, ഓരോന്നായിട്ടും കാണിച്ചു തരാം. ഇതാണ് ബോട്ടം ഫേസ് ഓഫ് ദ പോയിന്റ്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ബോട്ടം ഫേസ് ഓഫ് ദ പോയിന്റ് ആൻഡ് ദ ടാൻജന്റ് ടു ദ വർക്ക് സർഫസ് ഓർഗനൈറ്റ് ദ കട്ടിംഗ് എഡ്ജ്. ആ കട്ടിംഗ് എഡ്ജിനോട് ടാൻജന്റ് ആയിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ചെരിഞ്ഞ് കിടക്കുന്ന ഒരു ഭാഗം. ഇതാണ് വർക്ക് സർഫസ്, ഇതാണ് ബോട്ടം പോയിന്റ്, ഇവിടേക്കുള്ള ആ ഒരു ആംഗിൾ. ഇതാണ് എന്തെന്ന് പറയുന്നത്? ക്ലിയറൻസ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ അതിനകത്ത് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താണ്? ഇതൊന്ന് നോക്കിയേ. ഇഫ് ദ ക്ലിയറൻസ് ആംഗിൾ ഇസ് ടു ലോ ഓർ സീറോ. ഇവിടെ ആണല്ലോ ക്ലിയറൻസ് ആംഗിൾ, ഇത് വളരെ കുറഞ്ഞു, അതായത് ചിസർ വളരെ ചരിച്ചു വെച്ചു, ക്ലിയറൻസ് ആംഗിൾ കുറഞ്ഞു. അപ്പൊ ഇവിടെയാണ് റേക്ടാങ്കിൾ കിടക്കുന്നത്. ഈ റേക്ടാങ്കിൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഇവിടുന്ന് ഇത്രയും റേക്ടാങ്കിൾ എന്ത് ചെയ്യും? ഇൻക്രീസ് ആയി പോലെ. റേക്ടാങ്കിൾ നല്ല ഇൻക്രീസ് ആവും. റേക്ടാങ്കിൾ വളരെയധികം ഇൻക്രീസ് ആവുന്നുണ്ടാവും. അപ്പൊ എന്ത് സംഭവിക്കും? ചിസല് ദ റേക്ടാങ്കിൾ ഇൻക്രീസസ്. അപ്പൊ ക്ലിയറൻസ് ആംഗിൾ ലോവർ. അത് മനസ്സിലേക്ക് ഈ ഫിഗർ കൊണ്ടുവരാം, എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ ഇത് ഇങ്ങനെ ചരിഞ്ഞ് വരുമ്പോൾ ക്ലിയറൻസ് ആംഗിൾ കുറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ്? ക്ലിയറൻസ് ആംഗിൾ ലോവർ സീറോ ആകുമ്പോൾ ഇവിടെ റേക്ടാങ്കിൾ ഇൻക്രീസ് ആവുന്നതായിട്ട് നിങ്ങളുടെ മനസ്സിൽ വരണം. അപ്പൊ എന്ത് സംഭവിക്കും? കട്ടിംഗ് എഡ്ജ് കനോട്ട് പെനട്രേറ്റ്. ഇത് പെനട്രേറ്റ് ആവത്തില്ല, ചിസൽ ഇവിടുന്ന് സ്ലിപ്പ് ആയി പോകും. ഓക്കെ, ദ വർക്ക് ദ ചിസൽ വിൽ സ്ലിപ്പ്. അത് മനസ്സിലേക്ക് കൊണ്ടുവരണം. ഇനി അതുപോലെ തന്നെ ഇഫ് ദ ക്ലിയറൻസ് ആംഗിൾ ഇസ് ടു ഗ്രേറ്റ്. ക്ലിയറൻസ് ആംഗിൾ എന്താണ്? ഇവിടുന്ന് ഹൈ ആയി, അപ്പൊ എന്ത് സംഭവിച്ചു? ഇവിടെ കുറഞ്ഞു. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കട്ടിംഗ് വിൽ ഡീപ്പർ ടു ഡീപ്പർ. അതായത് ആവശ്യത്തിലധികം ഇത് ഡിഗ് ചെയ്ത് കുഴിഞ്ഞ് അകത്തേക്ക് കയറാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി ദ കറക്റ്റ് പോയിന്റ് ആംഗിൾ ആൻഡ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഫോർ ഡിഫറെന്റ് മെറ്റീരിയൽ ഷിപ്പ്ഡ് ഗിയർ. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇതിന് കറക്റ്റ് പോയിന്റ് ആംഗിളും ഉണ്ടായിരിക്കും, അതുപോലെ എത്ര ചരിച്ച് വെക്കണമെന്നുള്ള ഇവിടെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനും ഉണ്ടായിരിക്കും. അത് ഓരോ മെറ്റീരിയലിനും വ്യത്യസ്തമാണ്. ഇത് പലപ്പോഴും ചോദിക്കുന്നതാണ്, ഈ മെറ്റീരിയലും ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനും.
ഓക്കെ, അതിന് മുമ്പ് ക്രൗണിങ് എന്താണെന്ന് പറയാം. ക്രൗണിങ് എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ് കർവേച്ചർ ഈസ് ഗ്രൗണ്ട് കാൾഡ് ക്രൗണിങ് ടു ദ കട്ടിംഗ് എഡ്ജ് ഓഫ് ചിസൽ ടു പ്രിവെന്റ് ഡിഗിങ് ഓഫ് കോർണേഴ്സ് വിച്ച് ലീഡ് ടു ബ്രേക്കേജ് ഓഫ് ചിസൽ പോയിന്റ്. അപ്പോൾ ചിസൽ പോയിന്റ് ബ്രേക്കേജ് ആകാതെ പൊട്ടിപ്പോകാതിരിക്കാനും ഓക്കെ, അതുപോലെ തന്നെ കോർണർ ഡിഗായി കൂടുതൽ കുഴിഞ്ഞു പോകുന്നതിനെ പ്രിവെന്റ് ചെയ്യാനൊക്കെ ആയിട്ട് ചിസലിന്റെ കട്ടിംഗ് എഡ്ജിൽ ചെറുതായിട്ടൊരു ക്രൗണിങ്, ഒരു കർവേച്ചർ നൽകിയിരിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ചിസൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ചെറിയൊരു കർവേച്ചർ പോലെ നൽകിയിട്ടുണ്ടായിരിക്കും. അതിനെയാണ് ക്രൗണിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വിച്ച് ലീഡ് ടു ബ്രേക്ക്. ഓക്കെ, ഇനി ക്രൗണിങ് അലോ ദ ചിസൽ ടു മൂവ് ഫ്രീലി അലോങ് സ്ട്രേറ്റ് ലൈൻ വൈൽ ചിപ്പിങ് ചെയ്യുന്ന സമയത്ത് അത് ഫ്രീ ആയിട്ട് നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ക്രൗണിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനുമാണ്. ഹൈ കാർബൺ സ്റ്റീലാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ പോയിന്റ് ആംഗിൾ 65 ഡിഗ്രിയിലും ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ 39.5 ഡിഗ്രിയിലും ക്രമീകരിക്കണം. കാസ്റ്റ് ആകുമ്പോൾ 60 ഡിഗ്രി, ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ 37 ഡിഗ്രി. മൈൽഡ് സ്റ്റീൽ 55, 34.5, ബ്രാസ് 50, 32 ഡിഗ്രി, കോപ്പർ 45, 29.5, അലുമിനിയം 30, 22 ഡിഗ്രി. അതായത് ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, കൂടി വരികയാണ് 30, ദെൻ 15 കൂടി 45, 5 കൂടി 5 കൂടി 5 കൂടി 5 കൂടി. ഓക്കെ, 30ന്ന് 15 കൂടി പിന്നെ എല്ലാം 5ആണ് കൂടുന്നത്. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ ഇവിടേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൂടി തന്നെ വരുന്നുണ്ടാവും. ഓക്കെ, നിങ്ങളുടേതായ രീതിയിൽ അതിനെ നന്നായിട്ട് തന്നെ പഠിച്ച് മനസ്സിലാക്കി വെച്ചേക്കുക. സ്കിപ്പ് ചെയ്യാൻ പാടില്ല, ഇമ്പോർട്ടൻ്റ് ആണ്, പല എക്സാമുകളിൽ ചോദിക്കുന്നുണ്ട്. ഇനി കെയർ ആൻഡ് മെയിൻ്റനൻസ്. ചിസൽ എന്ത് ചെയ്യുക, നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഷാർപ്പനിങ് ചെയ്യണം. നമ്മൾ റസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ഉപയോഗത്തിലല്ലാത്തപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഡോണ്ട് യൂസ് ദ മഷ്റൂം ഹെഡ് ചിസൽ. ചിസൽ അതായത് ഇപ്പം മഷ്റൂം ഹെഡ് ചിസൽ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു ചിസൽ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഹെഡ്, ഇങ്ങനെയുള്ള ഒരു ഹെഡ് എന്താവും, ചിലപ്പം ഇങ്ങനെ അടിച്ചടിച്ച് ഈ രൂപത്തിലേക്കൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാൻ പാടില്ല, യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ദെൻ യൂസ് സേഫ്റ്റി ഗോഗിൾസ്. ചിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സേഫ്റ്റി ഗോഗിൾസ് ഒക്കെ ധരിക്കുക. ചിപ്പിങ് ചെയ്യുന്ന സമയത്ത് എന്താൻ പാടില്ല, നോ ഗ്രീസി സബ്ജക്റ്റ് ഓൺ ദ ഹെഡ് ഓഫ് ദ ചിസൽ. ചിസലിന്റെ ഹെഡിൽ ഗ്രീസ് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഓയിൽ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ അപ്ലൈ ഓയിൽ ടു അവോയ്ഡ് റസ്റ്റ് എന്ന് പറഞ്ഞു, തുരുമ്പിക്കാതിരിക്കാൻ ഓയിൽ ഉപയോഗിക്കണമെന്ന്. അത് നമ്മൾ ചിസൽ ഉപയോഗിക്കുന്ന സമയത്തല്ല കേട്ടോ. അപ്പം ഉപയോഗിക്കുന്ന സമയത്ത് അങ്ങനെ തെന്നി മാറുന്ന സാധനങ്ങളൊന്നും നമ്മുടെ ആ ഒരു ചിസലിൽ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഷാർപ്പനിങ് ഓഫ് ചിസൽ ആണ്. വളരെ കുറച്ച് തന്നെ ഉള്ളൂ ഷാർപ്പനിങ് ഓഫ് ചിസൽ എന്ന് പറയുന്നത്. അതുകൂടി നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, ചിസൽ വിൽ ബിക്കം ബ്ലണ്ട് ഡ്യൂ ടു യൂസ്. നമ്മൾ ചിസൽ ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അതിന്റെ കട്ടിംഗ് എഡ്ജിനെ മൂർച്ച പോവും, ബ്ലണ്ട് ആവും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, ഫോർ എഫിഷ്യൻസി ഇൻ ചിപ്പിംഗ് ചെയ്യുന്ന സമയത്ത് കാര്യക്ഷമത ലഭിക്കാൻ, കുറച്ചുകൂടി എഫിഷ്യന്റ് ആവാൻ വേണ്ടിയിട്ട് ചിസൽ ആർ ടു ബി ഷാർപ്പൻഡ് റെഗുലർലി. നമ്മൾ ചിസൽ എന്ത് ചെയ്യണം, റെഗുലർ ആയിട്ട് തന്നെ ഷാർപ്പ് ചെയ്തുകൊണ്ടിരിക്കണം, മൂർച്ച കൂട്ടണം. ചിസൽ ആർ ഷാർപ്പൻഡ് ബൈ ഗ്രൈൻഡിങ് മെഷീൻസ്. അപ്പൊ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ചിസൽ എങ്ങനെയാണ് ഗ്രൈൻഡ് ചെയ്യുന്നത്, ഫയലിങ്ങിലൂടെയാണോ, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ എങ്ങനെയാണ്, ഗ്രൈൻഡിങ് മെഷീൻസ് ഉപയോഗിച്ചാണ് ചിസലിന്റെ കട്ടിംഗ് എഡ്ജ് ഷാർപ്പനിങ് ആവുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു ഗ്രൈൻഡിങ് മെഷീൻ ഇവിടെ കാണിക്കുന്നുണ്ട്, അതിന്റെ പ്രധാനപ്പെട്ട കുറച്ച് പാർട്സുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പായിട്ട് ആഫ്റ്റർ റിഗ്രൈൻഡിങ് മെനി ടൈംസ്, നമ്മൾ പല സമയത്ത് ഇത് റിഗ്രൈൻഡിങ് ചെയ്യുമ്പോൾ, കുറെ സമയം റിഗ്രൈൻഡ് ചെയ്യുമ്പോൾ, വീണ്ടും വീണ്ടും ഗ്രൈൻഡ് ചെയ്യുമ്പോൾ കട്ടിംഗ് എഡ്ജ് ബിക്കം ടു തിക്ക്, കട്ടിംഗ് എഡ്ജ് തിക്കായി വരും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ചിസൽ ഇതാണ്, ചിസൽ ഇങ്ങനെയാണ്, അതായത് ഇവിടുന്ന് കനം കുറഞ്ഞിട്ട് ഇങ്ങനെ കനം കൂടി വരുന്നുണ്ടാവും. ഓക്കെ, സോ അപ്പൊ എന്ത് സംഭവിക്കും, ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് വരുന്ന സമയത്ത് ഇവിടുന്ന് തീർന്ന് വരുന്നതിനനുസരിച്ച് കനം കൂടി വരികയാണെന്ന് സങ്കല്പിച്ചാൽ മതി, അതിൽ കൂടുതൽ ഒന്നും വേണ്ട. അങ്ങനെ വരുമ്പോഴത്തേക്കിനും സംഭവം എന്താവും അറിയാവോ, കൂടുതൽ അത് തിക്കാവും. ഇങ്ങനെയുള്ള ചിസൽ അൺസ്യൂട്ടബിൾ ഫോർ റീഷാർപ്പനിങ്. പിന്നെ റീഷാർപ്പനിങ് ചെയ്യാൻ, വീണ്ടും ഷാർപ്പനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആയിരിക്കില്ല. ദേ ഷുഡ് ബി ഫോർജ്ഡ് ആൻഡ് ബ്രോട്ട് ടു ഷേപ്പ് ബിഫോർ ഗ്രൈൻഡിങ്. അത് ഫോർജ് ചെയ്ത് എന്ത് ചെയ്യണം, ഗ്രൈൻഡിങ്ങിന് മുമ്പായിട്ട് ആവശ്യമായ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. ബിഫോർ കമൻസിങ് ഗ്രൈൻഡിങ് ദ ഫോളോവിങ് പ്രൊസീജിയർ ഷുഡ് ബി ഒബ്സർവ്ഡ്. നമ്മൾ ഇനി ഗ്രൈൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഇൻഷുർ ദ വീൽ ഗാർഡ് ആർ ഇൻ പ്ലേസ്ഡ് ആൻഡ് ആർ സെക്യൂർലി ഫാസ്റ്റൻഡ്. അതായത് ഇനി ഞാൻ ഗ്രൈൻഡിങ് മെഷീന്റെ കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞുതരാം. അതായത് ഇതാണ് ഗ്രൈൻഡിങ് മെഷീൻ, ഇതാണ് വീൽ ഗാർഡ്. വീൽ ഗാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ വീൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു സേഫ്റ്റി ഗാർഡാണ് ഇത് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ
ഇത് ഫൈനായിട്ടുള്ള വീലും ഇത് കോഴ്സ് ആയിട്ടുള്ള പരുക്കനായിട്ടുള്ള വീലുമാണ്. അതായത് ഒരുപാട് മെറ്റൽസ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് ഒരു ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഇത് ടൂൾ പോസ്റ്റ് ആണ്. ഇവിടെ നമ്മൾ മെറ്റലിനെ റസ്റ്റ് ചെയ്ത് വിശ്രമിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ മെറ്റലിനെ വെച്ചുകൊണ്ടാണ് ഈ വീലിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കൊടുക്കുന്നത് വർക്ക് പീസ്. ഐടിയിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത് തന്നെ ആയിരിക്കും. ഓക്കെ. ദെൻ ഇവിടെ കൂളന്റ് കണ്ടെയ്നർ ആണ്. ഇടയ്ക്കിടെ മെറ്റീരിയലിനെ എന്ത് ചെയ്യും ഇതിനകത്ത് ഡിപ്പ് ചെയ്യും. മുക്കിയിട്ടാണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇത്രയും ഒന്ന് മനസ്സിൽ തന്നെ വെച്ചേക്കണേ. ഇത് പറയുന്ന സമയത്ത് പിന്നെയും പിന്നെയും അതിലേക്ക് നമ്മൾ മറിച്ചു പോകണ്ടല്ലോ. അപ്പൊ ആദ്യം വീൽ ഗാർഡ് ആ ഒരു പ്ലേസിൽ തന്നെ എന്ത് ചെയ്യണം സെക്യൂർ ആയിട്ട് ഫാസ്റ്റൻ ചെയ്തിരിക്കണം, ഉറപ്പിച്ചിരിക്കണം. ദെൻ ഇൻസ്പെക്ട് ദ കണ്ടീഷൻ ഓഫ് ദ ഗ്രൈൻഡിങ് വീൽ ഫോർ ബ്രേക്കേജ് ആൻഡ് ക്രാക്ക്. ആ ഒരു ഗ്രൈൻഡിങ് വീൽ അല്ലേ, കോഴ്സ് ഫൈൻ ഗ്രൈൻഡിങ് വീൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതൊന്ന് ഇൻസ്പെക്ട് ചെയ്യണം, ഒന്ന് ചെക്ക് ചെയ്യണം അതിനകത്ത് എന്തെങ്കിലും ക്രാക്കോ ബ്രേക്കേജോ ഒക്കെ ഉണ്ടോ എന്ന്. ഇനി സേഫ്റ്റി ഗോഗിൾസ് ധരിച്ചുകൊണ്ട് ഗ്രൈൻഡിങ് ചെയ്യണം. പിന്നെ അവൻ സ്വിച്ചിങ് ഓൺ ദ ഗ്രൈൻഡിങ് മെഷീന്റെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോഴേ അതിന്റെ ഫ്രണ്ടിൽ കയറി നിൽക്കണോ? പാടില്ല. സ്റ്റാൻഡ് എ സൈഡ് അണ്ടിൽ ദ വീൽ റീച്ചസ് ദ ഓപ്പറേറ്റിംഗ് സ്പീഡ്. ആ ചിസൽ അതിന്റെ ഓപ്പറേറ്റിംഗ് സ്പീഡിൽ എത്തുന്നത് വരെ നമ്മൾ അവിടെ നിന്ന് ഡിസ്റ്റൻസ് ഇട്ട് സൈഡിലേക്കൊന്ന് മാറി നിൽക്കണം. ഇനി അഥവാ കാണും അത് ഊരി വീണാലോ എന്ന് വിചാരിച്ചിട്ട്. എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളല്ല, പക്ഷെ നമ്മൾ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ചെയ്യേണ്ട ചില വിഷയങ്ങളാണ് അതൊക്കെ. പിന്നെ ടൂൾ റെസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ടൂൾ റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ടൂൾ റെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ടൂൾ റെസ്റ്റ് എന്ന് പറയുന്നത് പരമാവധി ആ വീലിനോട് ചേർന്നിട്ടിരിക്കണം. ഇവിടെ 2 മില്ലിമീറ്റർ ഗ്യാപ്പാണ്. ഫിഗറിൽ നിന്ന് ചോദ്യം വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ 2 മില്ലിമീറ്റർ ഗ്യാപ്പ് എന്നുള്ളതും നോട്ട് ചെയ്ത് തന്നെ വെച്ചേക്കാം. ഇഫ് ദർ ടു മച്ച് ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ടൂൾ റെസ്റ്റ് ആൻഡ് ദ വീൽ, അഡ്ജസ്റ്റ് ഇറ്റ് ആൻഡ് പൊസിഷൻ ഇറ്റ് ക്ലോസ് ടു ദ വീൽ ആസ് പോസിബിൾ. അപ്പം ഈ നമ്മൾ ഇതൊന്ന് ഇൻസ്പെക്ട് ചെയ്യുക, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ടൂൾ റെസ്റ്റും വീലും തമ്മിൽ അത് പരമാവധി എന്ത് ചെയ്യുക, അടുത്ത് തന്നെ ഈ 2 മില്ലിമീറ്റർ ഉള്ള ഗ്യാപ്പിലൊക്കെ പരമാവധി എന്ത് ചെയ്യാൻ നോക്കുക, അടുത്ത് തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതാകുമ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് ടൂളിനെ റെസ്റ്റ് ചെയ്തുകൊണ്ട് മെറ്റൽസിനെ കട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇത് കണ്ടില്ലേ, ഒരു ചിസൽ ഗ്രൈൻഡ് ചെയ്യുകയാണ്. ഇവിടെ ടൂളിനെ ഇവിടെ വെച്ച് റെസ്റ്റ് ചെയ്യുന്നു, ഈ ഗ്രൈൻഡിങ് വീല് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതിനെ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചുകൊണ്ടായിരിക്കും ഗ്രൈൻഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. ഇൻഷുർ ദാറ്റ് ദർ സഫിഷ്യന്റ് കൂളന്റ് ഇൻ ദ കണ്ടെയ്നർ. അതുപോലെ ആ ഒരു കൂളന്റ് കണ്ടെയ്നർ നമ്മൾ കാണിച്ചിരുന്നു. ഓക്കെ. ഇവിടെ ഒരു കൂളന്റ് കണ്ടെയ്നർ കാണിച്ചിരുന്നു. ഇതിനകത്ത് സഫിഷ്യന്റ് ആയിട്ടുള്ള കൂളന്റ് അല്ലെങ്കിൽ വാട്ടർ ആണോ എന്തോ ആണോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക, അത് സോലിബിൾ ആണോ എന്താണോ ആ കൂളന്റ് അതിനകത്ത് ഉണ്ട് എന്നുള്ളത്, ആവശ്യത്തിനുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇനി വൈൽ ഗ്രൈൻഡിങ് ചെയ്യുമ്പോൾ എന്താണ്, ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഗ്രൈൻഡ് ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ്. ഗ്രൈൻഡ് ചെയ്യുമ്പോൾ റെസ്റ്റ് ദ ബോഡി ഓഫ് ദ ചിസൽ ഓൺ ദ ടൂൾ റെസ്റ്റ് എ ആൻഡ് ഫോളോ ദ പോയിന്റ് ടച്ച് ദ വീല്. അതായത് നമ്മൾ ചിസൽ എന്ത് ചെയ്യുക, ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഒന്ന് റെസ്റ്റ് ചെയ്യിപ്പിക്കുന്നു, ടൂൾ റെസ്റ്റിൽ റെസ്റ്റ് ചെയ്യിപ്പിക്കുന്നു. ദെൻ ഇതിന്റെ കട്ടിംഗ് എഡ്ജ് ഈ വീലിനകത്തേക്ക് കോണ്ടാക്ട് കൊണ്ടുവരുന്നു. ഓക്കെ. Rock the point slightly both side in an arc, provide slight convex with the cutting edge. This will help you avoid digging on the side while chipping. അപ്പം ഇതൊന്ന് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറുതായിട്ട് എന്ത് ചെയ്യും, ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കും. ഈ സീല് കാണിച്ചിരിക്കുന്ന ഈ സീ കണ്ടില്ലേ, സീല് കാണിച്ചിരിക്കുന്ന പോലെ ചെറുതായിട്ട് എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്ലൈഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ചിസലിന്റെ കട്ടിംഗ് എഡ്ജിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു കർവിങ് പോലെ വരാൻ വേണ്ടിയിട്ടാണ്. ടു പ്രൊവൈഡ് എ സ്ലൈറ്റ് കോൺവെക്സിറ്റി, കട്ടിംഗ് എഡ്ജിൽ ചെറിയൊരു കോൺവെക്സിറ്റി നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതങ്ങനെ ചെയ്യുന്നത്. അത് എന്തിനു സഹായിക്കും, ചിപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഡിഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, സൈഡ് ഡിഗ്ഗിങ് ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കും. അപ്പം ചെറിയ കോൺവെക്സിറ്റി നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ ക്രൗണിങ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു പ്രിവെന്റ് ഡിഗ്ഗിങ് ഓഫ് ദ കോർണേഴ്സ് അല്ലെങ്കിൽ എഡ്ജ് എന്നൊക്കെ പറഞ്ഞേക്കാം. ഇനി കീപ് ദ മൂവിങ് ദ ചിസൽ അക്രോസ് ഫേസ് ടു പ്രിവെന്റ് ദ ഫോർമേഷൻ കൗട്സ് ആൻഡ് ഗ്രൂസ് ദ കട്ടിംഗ് എഡ്ജ്. അപ്പം നമ്മുടെ ആ ഒരു കട്ടിംഗ് അത് എന്ത് ചെയ്യുക, ചിസൽ അങ്ങനെ ആ പ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇനി ഡിപ് ദ ചിസൽ ഫ്രീക്വൻലി ദ കൂളന്റ് അവോയ്ഡ് ഓവർ ഹീറ്റിംഗ് വിൽ ഡ്രോ ദ ടെമ്പറേച്ചർ ഓഫ് ദ ചിസൽ. അതായത് നമ്മൾ ഈ ചിസലിന്റെ ടെമ്പറേച്ചർ ഭയങ്കര കൂടാതെ നമ്മൾ എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിലേക്ക് ഒന്ന് മുക്കുക, ഫ്രീക്വന്റ് ആയിട്ട് വെള്ളത്തിലേക്കൊക്കെ ഒന്ന് മുക്കി കൊടുക്കുക. ഇനി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മഷ്റൂം ഹെഡ് ചിസൽ ഹെഡ് മഷ്റൂം ആയി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുക, ഗ്രൈൻഡും ചെയ്ത് ക്ലീൻ ചെയ്യുക. ഇങ്ങനെ ആയ യൂസ് ചെയ്യാൻ പാടില്ല, ഇതുപോലെ ആക്കണം. അത് ഗ്രൈൻഡ് ചെയ്ത് നമുക്ക് ആക്കാനായിട്ട് സാധിക്കും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ യൂസ് ഓൺലി ദ ഫ്രണ്ട് ഓഫ് ദ ഗ്രൈൻഡ് വീൽ, ഡു നോട്ട് ഗ്രൈൻഡ് ദ സൈഡ്സ്. ഇപ്പം ഇതുപോലെ ഈ വീലിന്റെ സൈഡിൽ നിന്ന് ഗ്രൈൻഡ് ചെയ്യാൻ പാടില്ല, ഇവിടെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ.
ഓക്കെ. പിന്നെ യൂസ് ഗോഗിൾസ് വൈൽ യൂസിങ് ഗ്രൈൻഡർ. ഗ്രൈൻഡർ ഉപയോഗിക്കുമ്പോൾ ഗോഗിൾസ് ധരിക്കുക. എനി ഡാമേജ് ടു ദ ഗ്രൈൻഡിംഗ് വീൽ നോട്ടീസ്ഡ് ഷുഡ് ബി റിപ്പോർട്ട് ദ ഇൻസ്ട്രക്ടർ. ഏതെങ്കിലും ഗ്രൈൻഡിംഗ് വീൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോയെന്നുണ്ടെങ്കിൽ അത് നോട്ടീസ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യുക, ഇൻസ്ട്രക്ടറിനെ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരെ അറിയിക്കുക. ഡു നോട്ട് യൂസ് കോട്ടൺ വേസ്റ്റ് ഓർ അതർ മെറ്റീരിയൽസ് ഫോർ ഹോൾഡിംഗ് ദ ചിസൽ വൈൽ ഗ്രൈൻഡിംഗ്. നമ്മൾ ചിസൽ ഉപയോഗിച്ച് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ പലരും ഗ്ലൗസോ അല്ലെങ്കിൽ കോട്ടൺ വേസ്റ്റോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അതെന്ത് ചെയ്യുന്നത്, പിടിക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെയുള്ള അല്ലെങ്കിൽ കോട്ടൺ വേസ്റ്റ് പോലെയുള്ള മറ്റ് മെറ്റീരിയലുകളൊന്നും ഉപയോഗിച്ചുകൊണ്ട് അതിനെ എന്ത് ചെയ്യാൻ പാടില്ല, ഹോൾഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ചിസലിൻ്റെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നോക്കാനുണ്ടായിരുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കിയത് ഷാർപ്പനിങ് ഓഫ് ചിസൽ, ആംഗിൾ ഓഫ് ചിസൽ, അതുപോലെ തന്നെ കോൾഡ് ചിസൽ എന്നിങ്ങനെയുള്ള ടോപ്പിക്കുകളാണ്. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനം ചെയ്തുവെന്നോ അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സോ ഇത്രയും നേരം നിങ്ങൾ കണ്ടിരുന്നതിന് ഒരുപാട് നന്ദി. എന്തായാലും കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു.